വെരി ഗുഡ് മോർണിംഗ്. ഉഷാറിനൊന്നും ഒരു കുറവുമില്ല. കഴിഞ്ഞ 58-60 ദിവസമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ക്യാമ്പയിനിലായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി. അതിനുശേഷം ഒരുപാട് യോഗങ്ങളൊക്കെ നടത്തി. അതിനുശേഷം ഇപ്പോൾ അതേ ഉണർവിലും ഉന്മേഷത്തിലും തന്നെ നിൽക്കുന്നു. ക്ഷീണമൊന്നുമില്ല. എന്തിനാ ക്ഷീണിക്കുന്നത്? ഇല്ല ഇല്ല, നമുക്ക് നല്ല റിസൾട്ട് വരാൻ പോവല്ലേ. മാത്രല്ല ഇപ്പൊ ഇന്ത്യ മുന്നണിക്ക് നല്ല ഹോപ്പ് വന്നിരിക്കണം. അപ്പൊ ഒരു ഉഷാറിലിരിക്കല്ലേ. അരവിന്ദ് കെജ്രിവാൾ വന്നതോടുകൂടി ഉന്മേഷം ഡബിളായി. ഓ പിന്നെ അരവിന്ദ് കെജ്രിവാൾ എത്തിയത് ഡൽഹിയിലാണെങ്കിലും അതിന്റെ ഇമ്പാക്ട് ഇന്ത്യ ഒട്ടാകുന്നുണ്ട്, ഒരു സംശയവുമില്ല. തരംഗം പോലെ പ്രതിഫലിക്കും. തരംഗം പോലെ പ്രതിഫലിക്കുന്ന ലക്ഷണം അടുത്ത ദിവസങ്ങളിൽ അത് കാണാം. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേജ്രിവാൾ ഒരു തരംഗമായി ഡെവലപ്പ് ചെയ്യുകയും അത് ഇന്ത്യ മുന്നണിയുടെ ഒരു വേവായി മാറുകയും ചെയ്യും എന്നാ പറയുന്നത്. നമുക്ക് ഇവിടെ ഇരിക്കാം. കഴിഞ്ഞ തവണ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ വരുമ്പോൾ വളരെ കൗതുകരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. നല്ല രുചികരമായ ഭക്ഷണം കിട്ടി. ഭക്ഷണത്തിന് ശേഷം ഒരു കാര്യം കൂടി സംഭവിച്ചു, ഓർമ്മിക്കുന്നുണ്ടാവും. അങ്ങ് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ സാദിഖലി തങ്ങളുടെ കൂടെ പറയായിരുന്നു. ആ വീഡിയോയിൽ കഴിഞ്ഞ തവണ വേണ്ടത്ര പെർഫോമൻസ് കാഴ്ചവെക്കാൻ അന്ന് യു ഡി എഫിന് സാധിച്ചില്ല. ലീഗ് മുന്നേറ്റം കാഴ്ചവെക്കുമ്പോഴും യു ഡി എഫിന് മൊത്തത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വീഴ്ച പറ്റിയിരുന്നു. അന്നത്തെ ഒരു ഭാഗം കട്ട് ചെയ്ത് ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു. അതിൽ വന്ന് വലിയ ആത്മവിശ്വാസം അങ്ങ് പ്രകടിപ്പിച്ചിരുന്നല്ലോ, കോൺഗ്രസിൻ്റെ ഒരു ടേക്ക് ഓഫ് സ്റ്റേജ് ആണെന്ന്. ലീഗ് പ്രകടനം മെച്ചപ്പെടുത്തി കോൺഗ്രസ് പിന്നിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് ട്രോളാക്കി ചില വീഡിയോകൾ. ഇങ്ങനെ ട്രോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി? ജയത്തിലും നല്ല തോൽവിയിലും ഇഷ്ടം പോലെ ട്രോളുകൾ കണ്ടിട്ടുണ്ട്. രണ്ടും ആസ്വദിക്കും. അല്ലാതെ പിന്നെ നല്ല ട്രോള് വരുമ്പോൾ സന്തോഷിക്കുക, മറ്റു വരുമ്പോൾ ടെൻഷനായും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ട്രോൾ ആസ്വദിക്കാനുള്ളതാണ്. നമ്മളെ ഈ സാധാരണ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടൊക്കെ കഴിഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഇത്തവണ ഈ ഉഷ്ണതരംഗം ശക്തമായിരുന്നല്ലോ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രവർത്തിച്ച ആളുകളെല്ലാം ശരിക്കും ക്ഷീണിച്ചു, ടയർഡായി. ഞാൻ എല്ലാ നേതാക്കളുമായിട്ട് ഞാൻ സംസാരിച്ചു. ഞാനും 3 റൗണ്ട് ഈ യാത്രയിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞവർക്കൊരു വിശ്രമം ആവശ്യമാണ് പലരും. അപ്പോൾ പലരും വിശ്രമത്തിന് പല കാര്യങ്ങളാണ്. ചിലർ വീട്ടിൽ തന്നെ ഇരിക്കും, ചിലർ കുടുംബാംഗങ്ങളോടൊപ്പം, ചിലർ ചെറിയ യാത്രകൾ. ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്തോനേഷ്യയിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ അങ്ങ് ഒരു വിദേശയാത്രയോ മറ്റു യാത്രയോ ഒന്നും നടത്താതെ എന്താ? ഞാനും ഒഴിവ് കിട്ടിയാൽ എൻ്റെ തോട്ടത്ത് പോകും. അതുപോലെ തന്നെ അല്പം ലളിതമായ കൃഷിപ്പണിയിൽ. പൊളിറ്റിക്സ് ഒഴിവാക്കി നിർത്തിയാൽ പി കെ കുഞ്ഞാലിക്കുട്ടി കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താണ്? പൊളിറ്റിക്സ് ഒഴിവാക്കാൻ പി കെ കുഞ്ഞാലിക്ക് പറ്റില്ല. കാരണം ഈ ഉപ്പിലിട്ടതിൽ നിന്ന് ഉപ്പ് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് രാഷ്ട്രീയം മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷേ എങ്കിലും അത് പ്രേക്ഷകർ അറിയാൻ കൗതുകമുണ്ടോ? ഞങ്ങളിപ്പോൾ സാദിഖലി തങ്ങളെ കൊണ്ട് പാട്ടൊക്കെ പഠിച്ചു. തിരക്കുന്ന് ഒഴിഞ്ഞാൽ ഞാൻ ഓടുന്നത് എൻ്റെ തോട്ടത്തിലേക്ക്. തോട്ടത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് പ്രധാനമായിട്ടും? തോട്ടത്തിൽ പിന്നെ സാധാരണ ഈ നാട്ടിൽ വളരുന്ന എല്ലാ പച്ചക്കറിയും ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പം ഒരു ഈ പച്ചക്കറി ഇങ്ങനെ വിളവൊക്കെ വരുന്ന സമയത്ത് അത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, റിസൾട്ട് വരുന്ന പോലെ. അത് അവിടുത്തെ നല്ല ശുദ്ധമായ എയർ, അതുപോലെ തന്നെ മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ് ക്ലൈമറ്റ്, ഈവനിങ് ആണെങ്കിൽ ആ സൺസെറ്റും ബാക്കി കാര്യങ്ങളും, അതുപോലെ തന്നെ മരത്തിൻ്റെ തണൽ, ബാക്കിയുള്ളത് അതിൽ എത്രയെല്ലാം കാര്യങ്ങൾ ആസ്വദിക്കാറുണ്ട്. എന്തെല്ലാം അത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഈ പച്ചക്കറിയുടെ വിളവ് കാണുമ്പോൾ പോവും. അത് കുഴിച്ചിട്ട് പൊട്ടിമുളച്ച് വന്ന് കായ ആയി പൂവായി കായായി വരുന്ന അവസാനം വരെ എൻജോയ്മെൻ്റാണ്. മനസ്സിലായില്ല? ഓരോ സ്റ്റേജിലും ചെന്ന് നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സമ്മർദ്ദം ഒഴിവാക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി പോകുന്നത് തോട്ടത്തിലേക്കാണ്. ചിലർ അപൂർവമായി കുടുംബങ്ങളോടൊപ്പം വിദേശയാത്ര നടത്തും. അതൊക്കെ സ്വാഭാവികമാണെന്നുള്ളതാണോ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായം? അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പോയിട്ടില്ലേ വിദേശയാത്ര പോകുന്നതിൽ? അതൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിന്റെ വേള കഴിഞ്ഞു വരുമ്പോൾ, അല്ലേ? അതെ, ഓരോരുത്തർക്കും ഓരോ വഴിയല്ലേ. പിന്നെ അത് ഈ ഹോളിഡേയിലൊന്നും ഞാൻ ഇടപെടാറില്ല. ഇടപെടാനും പാടില്ല, നമ്മള് വളരെ ലൈറ്റായ കാര്യത്തിന് പെട്ടെന്ന് സീരിയസ് മാറ്ററിലേക്ക് പോകണ്ട. ആ ചോദ്യത്തിന്റെ അർത്ഥം അതാണ് ഞാൻ പറഞ്ഞത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിക്കുന്ന സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകരായി എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ കുഴി ചാടിക്കാൻ പറ്റും. കുഴിച്ചടിക്കാൻ പറ്റുന്നില്ല. ആ ഡിഫൻസ് വളരെ ഷാർപ്പായിരിക്കും. ഇപ്പോ ഞാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ട്രാക്ക് തെറ്റിക്കാൻ, പക്ഷെ അങ്ങ് പറഞ്ഞൊരു വാചകം ഇന്നത്തെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഹോളിഡേയുടെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാറില്ല. ഈ പറയുന്ന ഞാൻ എല്ലാവരും പോയിട്ടുണ്ട്, നമ്മളെല്ലാവരും പോയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് നമ്മൾ നിർത്താം. അതിന്റെ പ്രൊസീജിയറും ബാക്കിയുള്ള കാര്യങ്ങളും സംബന്ധിച്ചാണ് കോൺട്രവേഴ്സി. കോൺട്രവേഴ്സി അതിന്റെ കൺക്ലൂഷൻ എന്താ വെച്ചാൽ വരട്ടെ. ഞാനിപ്പോ അതില് പിന്നെ മാത്രമല്ല വ്യക്തികൾ, അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും അവരുടെ സ്വകാര്യത മാനിക്കണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അത് ഏത് പാർട്ടിയാണെങ്കിലും മാനിക്കേണ്ടതല്ലേ?
ഞാനിപ്പോ എന്താ അറിയോ, അത് നമുക്ക് അവിടെ നിർത്താം. അതുകൊണ്ടാണ്. അപ്പൊ പക്ഷെ പി കെ കുഞ്ഞാലിക്കുട്ടി എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് പ്രേക്ഷകർക്ക് ആ ദാറ്റ്സ് ഗുഡ്.